തിരുവനന്തപുരം തമ്പാനൂരിൽ ലോഡ്ജിൽ യുവതിയെ കഴുത്ത് ഞെരിച്ച് കൊന്ന കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊല്ലം സ്വദേശി പ്രവീണിനെയാണ് വഞ്ചിയൂർ കോടതി ശിക്ഷിച്ചത്. ജീവപര്യന്തത്തിനൊപ്പം 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പിഴത്തുക കൊല്ലപ്പെട്ട ഗായത്രിയുടെ അമ്മയ്ക്ക് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2022 മാർച്ച് 6-നായിരുന്നു തലസ്ഥാന നഗരിയെ നടുക്കിയ കൊലപാതകം. അർദ്ധരാത്രിയോടുകൂടി ഹോട്ടൽ മുറിയിൽ ഒരു യുവതി മരിച്ചു കിടക്കുന്നുവെന്ന വിവരം കൊലപാതകിയായ പ്രവീൺ തന്നെയാണ് ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചറിയിച്ചത്. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാട്ടാക്കട സ്വദേശി ഗായത്രിയെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പോലീസിന്റെ അന്വേഷണത്തിൽ കൊല്ലം സ്വദേശിയായ പ്രവീണിനെ അടുത്ത ദിവസം തന്നെ അറസ്റ്റ് ചെയ്തു. ഇരുവരും തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ ജീവനക്കാരായിരുന്നു. ഇവിടെയുള്ള ജോലിക്കിടയിൽ ഇരുവരും തമ്മിൽ അടുക്കുകയും വിവാഹിതനായ പ്രവീണിന്റെ വീട്ടിൽ ഇത് അറിയുകയും തുടർന്ന് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ചെയ്തു. കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗായത്രി ഇവിടുന്ന് പിരിഞ്ഞുപോവുകയും തുടർന്ന് ഇവരുടെ ബന്ധം തുടർന്നതിനെ തുടർന്ന് ഇവിടെ നിന്നും പ്രവീണിനെ തമിഴ്നാട്ടിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. പ്രവീൺ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിന് മുൻപാണ് ഹോട്ടലിൽ വെച്ച് ഇരുവരും കാണുകയും ഇവിടെ വെച്ച് വഴക്കിടുകയും തുടർന്ന് ഷാൾ ഉപയോഗിച്ച് ഗായത്രിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഫോറൻസിക് തെളിവുകളുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വഞ്ചിയൂർ കോടതി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 1 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം തടവുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 1 ലക്ഷം രൂപ പിഴ അമ്മയ്ക്ക് കൈമാറാനാണ് കോടതിയുടെ നിർദ്ദേശം. ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശം പാലിക്കാൻ സാധിച്ചില്ല എങ്കിൽ 1 വർഷം അധിക തടവും പ്രതി അനുഭവിക്കേണ്ടി വരും. അമ്മയുടെയും ഗായത്രിയുടെ അനുജത്തിയുടെയും 3 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനാണ് ഇന്ന് ഫലപ്രാപ്തി ഉണ്ടായിരിക്കുന്നത്. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരൻ സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം.